നമസ്കാരം. ഇന്ന് ആഗോള സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്നതിൽ ക്രിപ്റ്റോ കറൻസിക്കും വലിയൊരു പങ്കുണ്ട്. ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ സാധാരണക്കാർക്കിടയിൽ കൃത്യമായ ധാരണയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇതിൻ്റെയൊക്കെ വില ഇടിയുക എന്ന് പറയുന്നത് വലിയൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ $1,26,000 ഇതിൻ്റെ മൂല്യം. ഇപ്പോൾ അവിടെ നിന്ന് ഒറ്റയടിക്കത് 90,000 കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു തകർച്ചയുടെ ലക്ഷണമാണോ അതോ ഭാവിയിൽ കൂടുതൽ പേർ ഇതിലേക്ക് ചേരാനുള്ള ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിപ്റ്റോ കറൻസിയുടെ ഭാവി അത്രത്തോളം ശോഭനമാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഈ മേഖലയിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള നിരവധി വിദഗ്ധന്മാർ ചോദിക്കുകയാണ്. കാരണം അവർ പലതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴും ക്രിപ്റ്റോ കറൻസിയെ ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരുപാട് അധോലോക പ്രവർത്തനങ്ങൾ, വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇപ്പോൾ ലോകത്ത് എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസി സ്വീകരിക്കാൻ പോലും മടിക്കുന്നുണ്ട്. ഇതിൽ ചെന്ന് ചാടുന്നത് വലിയ അബദ്ധമാകും എന്നൊക്കെ പലരും കരുതുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി നോക്കാം. കാരണം പല ആളുകൾക്കും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയില്ല. സാധാരണ രീതിയിൽ നമ്മൾ കറൻസി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസി നോട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ രൂപയുണ്ട്, ഡോളർ, അതുപോലെ പൗണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് തൊട്ടുനോക്കാവുന്നുള്ള നാണയങ്ങളും നോട്ടുകളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഡിജിറ്റൽ ലോകത്തെ കോയിനും കറൻസിയുമൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായും ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന ഒരു സാമ്പത്തിക ക്രയവിക്രയമാണ്. അതല്ലാതെ നേരിട്ട് നമ്മളാരും നോട്ടോ നാണയമോ ഒന്നും തന്നെ കൈമാറപ്പെടുന്നില്ല ഇവിടെ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കോയിൻ, അതുപോലെ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുമ്പോൾ ഇത് നോട്ടാണോ കോയിനാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഡിജിറ്റൽ ലോകത്ത് ഉള്ള സാധ്യതകൾ, അനന്ത സാധ്യതകൾ ഈ മേഖലയിൽ ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് നേരെ വിപരീതമായിട്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ സർക്കാർ, അതല്ലെങ്കിൽ ബാങ്ക്, റിസർവ് ബാങ്ക് പോലെ ഒരു ബാങ്ക്, ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനങ്ങളൊന്നുമില്ലാതെ ഡിജിറ്റൽ ലോകത്ത് മാത്രം നടക്കുന്ന, നേരത്തെ പറഞ്ഞൊരു സാമ്പത്തിക ഇടപാടാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. രണ്ട് സ്ഥാപനങ്ങൾക്കിടയിൽ ഫണ്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ബാങ്കുകൾ പോലെയുള്ള പരമ്പരാഗത ഇടനിലക്കാരുടെ ആവശ്യം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഇടപാടിലെ കക്ഷികൾക്ക് അവരുടെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന പണം പരിശോധിക്കുന്നതിനുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനമാണ് ഇത്. വ്യക്തിഗത നാണയ ഉടമസ്ഥാവകാശ രേഖകൾ അത് ഡിജിറ്റൽ ലെഡ്ജറിൽ സംഭരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് ഇടപാട് രേഖകൾ സുരക്ഷിതമാക്കുന്നതിനും അധിക നാണയങ്ങൾ സൃഷ്ടിക്കുന്നത് നിയന്ത്രിക്കുന്നതിനും നാണയത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ കൈമാറ്റം പരിശോധിക്കുന്നതിനും ശക്തമായ ക്രിപ്റ്റോഗ്രഫി വഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ ബേസാണ്. ഈ ക്രിപ്റ്റോ കറൻസിയെ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കറൻസി നോട്ടായി അല്ലെങ്കിൽ കറൻസിയായി ആരും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വളരെ വിചിത്രമായ ഒരു ലോകമാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടേത്. നമ്മുടെ കേരളത്തിൽ പോലും ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ വലിയ തോതിൽ അധോലോക പ്രവർത്തനങ്ങൾ നടക്കുകയും കേരളത്തിലെ ഒരു പ്രമുഖ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അതിക്രമം സംഭവം ഉണ്ടായതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി പലപ്പോഴും അധോലോകത്തിൻ്റെ പ്രവർത്തനങ്ങളായി ഉപയോഗിക്കുന്നു, അത് കള്ളപ്പണത്തിൻ്റെയൊക്കെ തന്നെ ലോകമാണ് എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി ജനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും ആളുകൾ ഇത് സ്വീകരിക്കാനും പഠിക്കുന്നത്. പക്ഷേ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇത് വലിയ തോതിൽ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മൂല്യം പെട്ടെന്ന് ഇടിഞ്ഞത് ഏതായാലും ആളുകളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗം വിദഗ്ധന്മാർ പറയുന്നത് ഈ $1,26,000 നിന്ന് $95,000 കുറഞ്ഞത് ഒരുപക്ഷെ നാളെ ഇത് $2,80,000 ഉയർന്നുകൂടുന്നില്ല എന്നാണ്. കാരണം ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തായിരിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും വലിയ തോതിൽ ഇതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത്. അതുപോലെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതിന് ചില വിദഗ്ധർ പറയുന്നത് ആളുകൾ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ സമ്പാദിക്കാൻ, പണം മാറ്റിവെക്കാൻ മടിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഏത് നിമിഷമാണ് ഇത് കൂടുന്നതെന്നോ കുറയുന്നതെന്നോ ആർക്കും അറിയാൻ കഴിയുകയില്ല. ഇപ്പോഴാകട്ടെ പൈസ ഉള്ളവർ പലരും ചെയ്യുന്നത് സ്വർണ്ണ രൂപത്തിൽ അവരുടെ സമ്പാദ്യങ്ങൾ മാറ്റാനാണ്. നമ്മുടെ നാട്ടിൽ പോലും പവന് $1,00,000 കൂടുതലധികം വിലയുള്ളൊരു കാലത്ത് സ്വർണ്ണത്തിൽ ശേഖരിച്ച് വെച്ചിരുന്നാൽ സ്വർണ്ണത്തിൻ്റെ വില കുത്തനെ ഇടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് കൂടിയാലും കുറഞ്ഞാലൊക്കെ അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെയധികം കൂടി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങി ശേഖരിക്കുന്നത് പലരും ശീലമാക്കിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഈ ക്രിപ്റ്റോ കറൻസിയെ ഭാഗികമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പല സാമ്പത്തിക കാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ നമ്മുടെ കറൻസികളൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു കേന്ദ്രീകൃത സംവിധാനമാണ്. ഒരു റിസർവ് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നോട്ട് ഇറങ്ങുന്നു, പിന്നീട് നമ്മൾ സ്വീകരിച്ചത് കൈമാറ്റം ചെയ്ത് അങ്ങനെ പോകുന്നത്. ഇവിടെ വികേന്ദ്രീകൃത സമ്പ്രദായമാണ്. കാരണം ഇത് പലരുടെയും കൈവശത്തിലേക്ക് പോകുന്ന, ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത മറ്റൊരു ലോകമാണ് ഇവിടെ. സാധാരണ നമ്മൾ കറൻസി നോട്ട് നോക്കുമ്പോൾ ഇതിന് അംഗീകാരമുണ്ടോ, ഇതിൽ വാട്ടർമാർക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്ന ശീലമുണ്ട്.
പക്ഷേ ഇവിടെ ഡിജിറ്റൽ ലോകത്ത് ഈ പറഞ്ഞ പണമെല്ലാം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. ഈ ഇന്നത്തെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തവർ പോലും ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ മേഖലയിൽ പ്രവേശിക്കാവൂ എന്ന് പറയപ്പെടുന്നത്. ആരെങ്കിലും വന്ന് പെട്ടെന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ചാടി വീണ് ഇതിലേക്ക് പോയ ചില ആളുകൾക്കെങ്കിലും വലിയ തോതിലുള്ള അമളി പറ്റിയിട്ടുണ്ട്. ഒറ്റയടിക്ക് ലോട്ടറി അടിക്കുമെന്ന് പറയുന്നത് പോലെ ഇതിൽ പണം മുടക്കി പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് പോയ ഒരുപാട് പേർക്ക് വലിയ തോതിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. വ്യവസായ മേഖലകളിലും മറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു മേഖലയാണ്. കാരണം അവർക്ക് അവരുടെ കൈമാറ്റങ്ങളും ഓഹരി കൈമാറ്റങ്ങളും മറ്റൊരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്കത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സംവിധാനം അവരെ ഏറെ സഹായിക്കാൻ ഡിജിറ്റൽ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാവിധ ട്രാൻസാക്ഷനുകളും വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി കയ്യിലുള്ള പലരും പറയുന്നത് തങ്ങളൊരു നോമാൻസ് ലാൻഡിലാണ് നിൽക്കുന്നത് എന്നാണ്. കാരണം കൈമാറുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് നോക്കാം, ഇത് ഒരുപാട് കുത്തനെ ഇടിയുമോ അതല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമോ എന്ന് നോക്കി നിൽക്കുകയാണ് ഈ വലിയ വിഭാഗം ക്രിപ്റ്റോ കറൻസിയുടെ ഉപഭോക്താക്കൾ. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഭാഗമാണ് ബിറ്റ് കോയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന അറിയപ്പെടുന്ന സാങ്കേതിക സംവിധാനത്തിലൂടെയാണ് ഈ ബിറ്റ് കോയിനും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ലോകത്തെ എല്ലാവരും ഏറെ ആശങ്കയോട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനുമൊക്കെ തങ്ങളെ ചതിക്കുമെന്ന് പലരും ഭയക്കുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള ശോഭനമായ മുന്നറിയിപ്പായിരിക്കാം ഒരുപക്ഷെ അവരെ പലരെയും ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനൊക്കെ തന്നെ ഇപ്പോൾ വളരെ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നത്. ലോകത്ത് എത്രയോ തരം ക്രിപ്റ്റോ കറൻസികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരൊക്കെ തന്നെ ഇപ്പോൾ അല്പ ആശങ്കയിലാണ്. കാരണം ഇപ്പോൾ ബിറ്റ് കോയിൻ്റെയൊക്കെ മൂല്യം കുറച്ച് താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. അതിനി എന്ന് തിരിച്ച് മുകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല. എങ്കിലും ആഗോള തലത്തിൽ തന്നെ ഈ ഒരു വിനിമയ സംവിധാനം ഇത് ഒരു ഡിജിറ്റൽ വളർച്ചയോടുകൂടി തന്നെയാണ് ഇതും വളർന്നു വന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുമെന്നാണ് പലരും കരുതുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കറൻസിയേക്കാളും കൂടുതൽ ഡിജിറ്റൽ കറൻസി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഒരു കടയിൽ പോയാൽ പോലും നമുക്ക് ഗൂഗിൾ പേയോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് ഒരു സാധനം വാങ്ങാനും മറ്റുമൊക്കെ കഴിയുന്നുണ്ട്. ബാങ്കിലൊന്നും പോകേണ്ട കാര്യമില്ല, നോട്ട് കയ്യിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഡിജിറ്റൽ ലോകം വളരും തോറും ക്രിപ്റ്റോ കറൻസിയും വളരും എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഗവേഷകരും വിലയിരുത്തുന്നത്.